ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ആദ്യമായി അക്കൗണ്ട് എന്നുള്ള വാക്ക് കേൾക്കുന്നത് ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ ബാങ്കിൽ പോകുമ്പോൾ പൈസ എടുക്കാൻ, അക്കൗണ്ടിൽ നിന്നും പൈസ എടുക്കാൻ പോകുന്നു എന്ന് പറയും. ഗൾഫിൽ നിന്നും ഉപ്പ അയക്കുന്ന പൈസ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അക്കൗണ്ട്. അന്നാണ് ആ വാക്ക് ആദ്യമായി എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. അക്കൗണ്ടിങ് എന്നുള്ള മനോഹരമായ സബ്ജക്റ്റാണ് നമ്മൾ തുടങ്ങുന്നത്. സത്യത്തിൽ ഇത് മനോഹരം തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പല സ്റ്റുഡൻസിൻ്റെയും ഫേവറേറ്റ് സബ്ജക്റ്റാണ്. സത്യത്തിൽ അക്കൗണ്ടൻസി എന്നുള്ളത് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഇറ്റ് ഈസ് ആൻ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ്. ഇംഗ്ലീഷും മലയാളം ഒക്കെ പോലെ ഇതും എന്ത് തന്നെയാണ്, ഒരു ലാംഗ്വേജാണ്. പക്ഷെ വ്യത്യാസം ഒന്ന് മാത്രം, ഇത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ഇന്നു മുതൽ നിങ്ങളോട് എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിക്കും. കൊമേഴ്സ് സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നിരന്തരമായി, എന്താണ് അക്കൗണ്ടിങ്? വളരെ മനോഹരമായ ഒരു ആൻസറാണ്, അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമുക്ക് അക്കൗണ്ടൻസി തുടങ്ങുന്നതിന് മുൻപേ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് മുൻപിൽ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും നിലനിൽക്കെ നിങ്ങൾ കൊമേഴ്സ് തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ എന്നോണമാണ് സയൻസ് വരുന്നത്. അതേപോലെ തന്നെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ചെറിയ രീതിയിലൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊമേഴ്സ് എന്ന ഗ്രൂപ്പ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, നിങ്ങളിതുവരെ പഠിച്ചിട്ടില്ലാത്ത സബ്ജക്റ്റുകൾ പഠിക്കേണ്ട അവസ്ഥയുണ്ട്. എന്ന് കരുതി ഇതൊരു ബുദ്ധിമുട്ടാണ് എന്നല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് കൊമേഴ്സ് തിരഞ്ഞെടുത്തത്? നിങ്ങളുടെ മറുപടി പലതാവാം. ചില ആളുകൾ പറയും സയൻസ് കിട്ടാത്തതുകൊണ്ട് കൊമേഴ്സിന് ചേർന്നു. ചില ആളുകൾ പറയും സയൻസ് ബുദ്ധിമുട്ടാണ് സാർ, അതുകൊണ്ടാണ് കൊമേഴ്സ് എടുത്തത്. ചില ആളുകൾ പറയും സയൻസിൽ മാത്സ് ഉണ്ട്, എനിക്ക് മാത്സ് അത്ര ഇഷ്ടമല്ല. ഇതൊന്നുമല്ലാതെ ചില ആളുകൾ പറയും ഞാൻ കൊമേഴ്സിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. അഥവാ 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സ് എടുത്ത് BCom ചെയ്യണം, MCom ചെയ്യണം, MBA ചെയ്യണം, BBA ചെയ്യണം, CA ചെയ്യണം, CMA ചെയ്യണം, ACCA ചെയ്യണം, അതുപോലെ തന്നെ CMA USA ചെയ്യണം. അങ്ങനെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ കൊമേഴ്സ് എടുക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ടൊക്കെ കൊമേഴ്സ് ക്ലാസ്സുകളിൽ മാർക്ക് കുറഞ്ഞ, പഠിക്കാൻ പുറകിലായ കുട്ടികളുടെ ക്ലാസ് ആയിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഇന്നെല്ലാം മാറ്റി ഈ കൊമേഴ്സിൻ്റെ സാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് ഇത് തിരഞ്ഞെടുത്ത ആളുകൾ എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ഇതിലേറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏതാ? കൊമേഴ്സ് സ്റ്റുഡൻസായ നിങ്ങൾ പറയും എന്താണ് സർ, കൊമേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. സയൻസും ഹ്യൂമാനിറ്റീസും എല്ലാറ്റിനും അതിൻ്റേതായ ഏരിയകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് സക്സസ് ആവാൻ കഴിയുന്നതാണ്. എന്നാലും കൊമേഴ്സിന് സയൻസിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതിന് നിങ്ങൾക്ക് സഹായകമാകുന്ന തരത്തിൽ ഒരു കഥ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. രമേശും സുജിത്തും സമതും വളരെ തിക്ക് ഫ്രണ്ട്സാണ്. ബാല്യകാല സുഹൃത്തുക്കളാണ്. സ്കൂൾ മുതൽ പഠനവും കളിയും മറ്റുമൊക്കെ ഒരുമിച്ച് നടന്ന ആളുകളാണ്. രമേശ് 10ാം ക്ലാസ്സിന് ശേഷം കൊമേഴ്സ് എടുത്തു. സുജിത്ത് സയൻസും അതുപോലെ സമദ് ഹ്യൂമാനിറ്റീസും എടുത്തു. വർഷങ്ങൾക്ക് ശേഷം രമേശ് ഒരു MComകാരനും സുജിത്ത് ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറും
അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എടുത്ത സമദ് ഒരു MA ഇംഗ്ലീഷുകാരനുമായി മാറി. വാട്ട് നെക്സ്റ്റ്? പഠനത്തിന് ശേഷം നമുക്കറിയാം അടുത്തത് എന്താ? ജോലിയാണ്. ജോലി തേടി യാത്ര പോകണം. 3 പേരും അവരവരുടെ ക്വാളിഫിക്കേഷനും മറ്റും വെച്ച് മനോഹരമായ 3 CV ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ എവിടെ പോകണം എന്ന ചർച്ചയിലായി. സുജിത്ത് പറഞ്ഞു നമുക്ക് ബാംഗ്ലൂർ പോവാം. സമദ് പറഞ്ഞു നമുക്ക് ചെന്നൈയിൽ പോവാം. നമ്മുടെ രമേശ് പറഞ്ഞു നമുക്ക് മുംബൈയിൽ പോവാം. അങ്ങനെ 1-2 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ബാംഗ്ലൂർ ഫിക്സ് ചെയ്തു. ബാംഗ്ലൂരാണെങ്കിൽ വണ്ടർല പാർക്കും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തെ ജോബ് ഹണ്ടിങ്ങും പിന്നെ 1 ദിവസം വണ്ടർല എൻ്റർടൈൻമെൻറ്റ്. ഇങ്ങനെയാണ് ഇവരുടെ പ്ലാനിങ്. അങ്ങനെ ഒരു ദിവസം, ആ ദിവസം എത്തി. ഒരു ദിവസം രാത്രി 7 മണിയാവുമ്പോൾ തൃശ്ശൂരിൽ നിന്നും ട്രെയിൻ കയറി. സ്ലീപ്പർ കോച്ചിൽ മനോഹരമായി ഉറങ്ങി കാലത്ത് 5 മണിയാവുമ്പോഴേക്കും ബാംഗ്ലൂർ മെജസ്റ്റിക് സ്റ്റേഷനിലെത്തി. ബാംഗ്ലൂരിൽ നിന്ന് അവിടെ ഇറങ്ങി ഫ്രഷായി 8 മണിയാവുമ്പോഴേക്കും അവർ ജോലി തേടി അവരുടെ ഷെഡ്യൂൾ പ്രകാരം യാത്ര തുടർന്നു. അങ്ങനെ അവർ ഇറങ്ങിയപ്പോൾ കണ്ടത് ദ ഫോൺ സ്റ്റോർ എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, നോർമൽ മൊബൈൽ ഷോപ്പല്ല, ഒന്നുകൂടെ ഹോൾസെയിലൊക്കെ ഡീൽ ചെയ്യുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ്. അവർ മെല്ലെ അതിൻ്റെ ഉള്ളിൽ കയറി ഒരു സ്റ്റാഫിനെ കണ്ടു. ആ സ്റ്റാഫിനോട് കൂട്ടത്തിൽ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന MA ഇംഗ്ലീഷുകാരനായ സമദ് കയറി ചോദിച്ചു, ഹലോ, ആക്ച്വലി വി കെയിം ഹിയർ ടു സീക്ക് ജോബ് എന്നൊക്കെ പറഞ്ഞു. കന്നഡയിൽ അയാൾ തിരിച്ചു ചോദിച്ചു, ഏനു ബേക്കു എന്ന് പറഞ്ഞാലും മറ്റൊന്നല്ല, എന്താ സംഭവം എന്നുള്ളതാണ്. എന്താ പറഞ്ഞേ? ഓക്കെ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവർക്ക് എന്താ അറിയില്ല, കന്നഡ അറിയില്ല. സ്വാഭാവികമായിട്ടും ഹിന്ദിയിൽ ചോദിച്ചു എന്താണ്. ഹിന്ദി കൂട്ടത്തിൽ അറിയാവുന്ന, നന്നായി അറിയുന്ന ആളാണ് സുജിത്തിൻ്റെ അച്ഛന് നാട്ടിൽ എന്തുണ്ട്, ഒരു ചെറിയ പലചരക്കടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാലോ, ബംഗാളിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന് നിരന്തരമായിട്ട് വന്നിട്ട് സുജിത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹിന്ദിയൊക്കെ സിക്ക് ഹേ. അങ്ങനെ അവരിനി ഹിന്ദിയിലാണ് സംസാരിച്ച്, നമുക്ക് മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, അവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ജോലി തേടി വന്നതാണ്, ഞങ്ങൾക്ക് കുറേ കമ്പനികളുടെ മറ്റും ലിസ്റ്റൊക്കെ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ടാറ്റ പോലെ, വിപ്രോ പോലെയുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെയൊക്കെ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ അവർക്ക് റൂട്ട് മാപ്പ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ, പറ്റുമെങ്കിൽ അവിടെ CV കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ ആയിരുന്നു. ഓക്കെ, എനിവേ അവർ സംസാരിച്ചു. അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെയധികം കോപ്പറേറ്റ് ചെയ്തു. ജോലി തേടി വന്നതല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇന്ന വഴി പോവാം, ഊബർ വിളിച്ച് പോവാം, ഓട്ടോ വിളിച്ച് പോവാം, ട്രെയിൻ പോവാം, മെട്രോ പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. എനിവേ ലാസ്റ്റ് അവിടുത്തെ ഓണറായ ജോയ്, ഈ പറയുന്ന ഫോൺ സ്റ്റോർ നടത്തുന്നത് ഒരാളാണ്, അയാളുടെ പേരാണ് ജോയിയെ കണ്ടു, ആവശ്യം അറിയിച്ചു. അപ്പോൾ ജോയി രമേശിനോട് ചോദിച്ചു എന്ത് കഴിഞ്ഞതാ? അപ്പോൾ പറഞ്ഞു MCOM. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു CV തരൂ, ഞങ്ങൾക്കിവിടെ അക്കൗണ്ടൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ഇപ്പോൾ വേക്കൻസി ഇല്ല, പക്ഷെ ഭാവിയിൽ വരാം. 2 വേക്കൻസി ഉള്ളത്, വരുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ CV മേടിച്ചു. രണ്ടാമത്തെ നമ്മുടെ സുജിത്ത് ബിടെക്കുകാരനോട് ചോദിച്ചു, ബിടെക്കാണ്, ബിടെക്ക് കഴിഞ്ഞ ആൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് എന്തില്ല, ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഒരു മൊബൈൽ ഷോപ്പിലില്ലല്ലോ. ഓക്കെ, അടുത്ത 3-ാമത്തെ ആൾ എന്ന് പറയുമ്പോൾ MA ഇംഗ്ലീഷുകാരനായ സമദാണ്. സമദിനും പ്രത്യേകിച്ചില്ല, സ്കോപ്പില്ല. ഓക്കെ, എനിവേ ആര് CV കൊടുത്തു? രമേശ് CV കൊടുത്തു, തിരിച്ചു വന്നു. അങ്ങനെ അവർ തിരിച്ചു വരുന്ന സമയത്ത് ജോയ് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. മെഡിക്കൽ ഷോപ്പ് എന്ന് പറയും, മെഡിക്കൽ ഹോൾസെയിൽ ഡീലറാണ്. ഓക്കെ, അവർ രാംദേവ് എന്ന എൻ്റെ 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ നിങ്ങൾ ആ മെഡിക്കൽ ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുത്തു, രാംദേവ് മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവർ അടുത്തതായി 2ാമത് അവർ പോയത് രാംദേവ് മെഡിക്കൽ ഷോപ്പിലേക്കാണ്. നമുക്കറിയാം രാമും ദേവും കൂടെ 2 പേരും നടത്തുന്നതായിരുന്നു. അവിടെ പോയപ്പോൾ രാം അവിടെ ഉണ്ടായിരുന്നില്ല, ദേവിനെ കണ്ടു. ഓക്കെ, അവിടെയും ഇതുപോലെ ദേവ് ചോദിച്ചു രമേശിനോട്, നിങ്ങൾ എന്ത് കഴിഞ്ഞതാണ്? ഞാൻ MCOMകാരനാണ്. ഓക്കെ, എങ്കിൽ നിങ്ങളുടെ CV തരൂ, ഇവിടെ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ഉണ്ടാവാം.
ഇനി രണ്ടാമതായി സുജിത്തിനോട് ചോദിച്ചു. സുജിത്ത് ആരാണ്? നമുക്കറിയാം, സയൻസ് ബാക്ക്ഗ്രൗണ്ട് അഥവാ BTech ഉള്ള ആളാണ്. അതേപോലെ തന്നെ MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആളാണ് സമദ്. അവർക്ക് രണ്ടുപേർക്കും അവിടെ സാധ്യത ഉണ്ടായില്ല. കാരണം അവിടെ പിന്നെ ഉള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവരെന്ത് ചെയ്തു, പിന്നെ അവരുടെ യാത്ര തുടർന്നു. മൂന്നാമതായി അവർ പോയത് നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 കമ്പനികളുടെ ലിസ്റ്റിൽ പെടുന്ന നമ്മുടെ അംബാനിയുടെ റിലയൻസ് ഫ്രഷ് ദാറ്റ് മീൻസ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ്. നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നവരാണ് അവർ. അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ് മേടിച്ച് വിൽക്കുന്ന ആളുകൾ. നമ്മുടെ ഡ്രസ്സും പിന്നെ മറ്റ് ഫുഡ് ഐറ്റംസും ഒക്കെ ഉൾപ്പെടുന്ന, നമുക്ക് ലുലു കണ്ട ആളുകളാണ് നമ്മൾ. ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇനി അവിടെ പോയി അവർ കണ്ടത് HR മാനേജറായ ഷാഹുൽ ഹമീദിനെയാണ്. ഷാഹുൽ ഹമീദ് വളരെ പൊളൈറ്റായിട്ടുള്ള മനുഷ്യനായിരുന്നു. അവരെ നന്നായി സ്വീകരിച്ചു. അവരെന്ത് ചെയ്തു, രമേശ് അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് CV കൊടുത്തു. എന്നാൽ സുജിത്തിന് ഒരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സമദിനും പ്രത്യേകിച്ച് പോസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും സമദ് HR ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു CV എന്ത് ചെയ്തു, കൊടുത്തു. വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കാമെന്നും എന്ത് ചെയ്തു അവർ പറഞ്ഞു. അവിടെ നിർത്തി. നാലാമതായി അവർ പോയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ HDFC ബാങ്കിലേക്കാണ്. അവിടെ പോയി ബാംഗ്ലൂർ ഓഫീസിൽ പോയിട്ട് അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺ പേഴ്സണെ കണ്ടു. അവർക്ക് CV കൊടുത്തു. 3 പേരും CV കൊടുത്തു. അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റ് അവിടെ ഉണ്ട്. പിന്നെ അവർക്കുള്ള പോസ്റ്റ് അവരുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്. ലോണുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഡീൽ ചെയ്യുക, അങ്ങനെയുള്ളതാണ്. അതിന് നമ്മുടെ HDFC ബാങ്ക് ആയതുകൊണ്ട് തന്നെ സുജിത്തും എന്ത് ചെയ്തു, ഒന്ന് അപ്ലൈ ചെയ്തു, ഒരു CV കൊടുത്തു. പക്ഷെ അവിടെ സുജിത്ത് എന്നുള്ള ഒരു BTech-കാരനുള്ള ഒരു പോസ്റ്റ് അവിടെ ഇല്ല. അതേപോലെ തന്നെ MA-കാരനായ നമ്മുടെ സമദും എന്ത് ചെയ്തു, കൊടുത്തു. കൃത്യമായൊരു പോസ്റ്റ് ഉള്ളത് ആർക്കാണ്? അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിൽ നമ്മുടെ രമേശിന് ഒരു പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. അഞ്ചാമതായി അവർ പോയത് ID എന്നുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. PC മുസ്തഫ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? PC മുസ്തഫ വയനാട്ടുകാരനാണ്. ചെറിയ ക്ലാസ്സിൽ തോറ്റ ആളാണ്. ആ ആള് ഇന്ന് ID എന്ന് പറഞ്ഞ വലിയ ഒരു കമ്പനിയുടെ അമരക്കാരനാണ്. മാത്രമല്ല എൻജിനീയറിംഗ് ബിരുദധാരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്നു. ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഏതൊരു കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിയുടെയും സ്വപ്നമായ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അവിടെ ബാംഗ്ലൂരിൽ പഠിച്ചിറങ്ങി. പിന്നെ ഈ കമ്പനി ഡെവലപ്പ് ചെയ്തു. ഈ കമ്പനിയിൽ ഡെവലപ്പ് ചെയ്ത് ID എന്ന് പറയുമ്പോൾ ഇഡ്ഡലി ആൻഡ് ദോശ എന്നുള്ളതാണ്. ഇങ്ങനെ അതിൻ്റെ വട ഒക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കണ്ട് ആ ഒരു പുതിയ ഇൻവെൻഷൻ നടത്തി. ഇതിൻ്റെ പേരിലാണ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടു. വളരെ മനോഹരമായ അരമണിക്കൂറിൻ്റെ താഴെ വരുന്ന പ്രസംഗം നടത്തി. അതേപോലെ തന്നെ യുണൈറ്റഡ് നാഷനിലും എന്ത് ചെയ്തു, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസംഗം ഒക്കെ നടത്താനുള്ള മഹാഭാഗ്യം കിട്ടിയ, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന വളരെ വലിയ ഒരു മോട്ടിവേഷൻ തന്നെയാണ് PC മുസ്തഫ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പോയി അവിടെയും എന്ത് ചെയ്തു, CV കൊടുത്തു. അവിടെയും നമ്മുടെ രമേശിന് അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, അപ്ലൈ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ CV കൊടുക്കാൻ പറ്റി. ഇനി മറ്റ് 2 പേരും CV അവിടെ കൊടുക്കാൻ അവർക്ക് ഒരു സ്പേസ് അവിടെ ഉണ്ടായില്ല. ആറാമതായി അവർ കയറിയത് ബ്രാൻഡ് ഫാക്ടറി എന്നുള്ളതാണ്. ആ പേര് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രാൻഡ് ഫാക്ടറി നമുക്കറിയാം. ഈ LV, വാൻ ഹീസൻ, അതുപോലെ ലൂയിസ് ഫിലിപ്പ്, ആരോ, അങ്ങനെ പല ബ്രാൻഡുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബ്രാൻഡുകളുടെയൊക്കെ ഡീലറായ ഡ്രസ് മെറ്റീരിയലിൽ ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡ് ഫാക്ടറിയിൽ കയറി. ഡ്രസ് മെറ്റീരിയൽ അല്ലാത്ത പല മെറ്റീരിയൽ ഉൾപ്പെടുന്ന ബ്രാൻഡ് ഫാക്ടറിയിൽ അവിടെ കയറി. അവിടെയും എന്ത് ചെയ്തു, കൊടുത്തു. അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ സമദ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അതിനൊന്ന് അപ്ലൈ ചെയ്തു. നമ്മുടെ BTech-കാരനായ സുജിത്തിന് അത് പറ്റിയില്ല, കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചെയ്തില്ല.
രമേശിന് അവിടെ നല്ലൊരു വേക്കൻസി വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകരുതിക്കൊണ്ട് അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്തു, CV കൊടുത്തു. ഓക്കെ, അങ്ങനെ അന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴേക്കും 6 സ്ഥാപനങ്ങളിൽ അവരെന്ത് ചെയ്തു, CV കൊടുത്തു. 6 സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി. പിന്നീട് അവരൊരു റൂം എടുത്തു. അന്നേ ദിവസം താമസമാക്കി. 2ാമത്തെ ദിവസമെത്തി. കാലത്ത് അവരൊരു 9 മണിയാകുമ്പോഴേക്കും വീണ്ടും ജോലി തേടിയുള്ള യാത്ര തുടർന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം 6 സ്ഥാപനങ്ങളിൽ കയറിയാണ്. ഇന്ന് 7ാമത്തെ സ്ഥാപനത്തിലേക്ക് കയറാണ്. ഇന്ന് അവർ ആദ്യം പോയത് ജെയിൻ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഓക്കെ, ഒരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. എൻജിനീയറിംഗ്, MBA, BCom അങ്ങനെ പലതരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുന്ന വളരെ ഹൈടെക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിലെ അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് രമേശ് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തു, CV കൊടുത്തു. അതേപോലെ തന്നെ സുജിത്ത് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റി എന്ന പോസ്റ്റിലേക്കും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൽറ്റി എന്നുള്ള പോസ്റ്റിലേക്ക് സമതും എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. 8ാമതായി അവർ പോയത് ദ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള സ്കൂളിലേക്കാണ്. ആ സ്കൂളിൽ പോയിട്ടും ഇതേപോലെ 3 പേരും എന്ത് ചെയ്തു, CV കൊടുത്തു. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ വേണ്ടി സുജിത്തും, അതുപോലെ ഇംഗ്ലീഷിന് വേണ്ടി സമതും, അക്കൗണ്ടൻസി സബ്ജക്റ്റിന് വേണ്ടി രമേശും എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, രമേശ് 2 CV കൊടുത്തു. അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരു പോസ്റ്റിനും അക്കൗണ്ടൻസി ടീച്ചർ എന്നുള്ള പോസ്റ്റിനും എന്ത് ചെയ്തു, കൊടുത്തു. അങ്ങനെ 2 പോസ്റ്റിന് സാധ്യത കണ്ടുകൊണ്ട് രമേശ് അവിടെ നിന്ന് ഇറങ്ങി. ബാംഗ്ലൂരെ പ്രശസ്തമായ അപ്പോളോ ഹോസ്പിറ്റലാണ് 9ാമതായി അവർ പോയത്. നമുക്കറിയാം അതൊരു സർവീസ് കൺസേൺ ആണ്. അവിടെ പോയി അവിടെ ഇതേപോലെ 3 പേരും CV കൊടുത്തു. 3 പേർക്കും അവിടെ CV കൊടുക്കാൻ പറ്റി. 10ാമതായി അവർ പോയത് ഇന്ത്യയിലെ, നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 10 കമ്പനീസ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ വരുന്ന 10ൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇന്ത്യയുടെ ആദ്യത്തെ സ്വന്തമായിട്ടുള്ള ഇന്ത്യയുടെ എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കാർ മാനുഫാക്ചറിങ് കമ്പനി കൂടെയായ ടാറ്റ മോട്ടോഴ്സാണ് പിന്നീട് ഇവർ പോകുന്ന കമ്പനി. അവിടെ പോയി രമേശ് അക്കൗണ്ടൻ്റ് പോസ്റ്റിലേക്കും സുജിത്ത് മെക്കാനിക്കൽ ഫീൽഡിലേക്കും CV കൊടുക്കുകയാണ്. ആർക്ക് CV കൊടുക്കാൻ പറ്റിയില്ല. അതിനുള്ള തക്കതായ പോസ്റ്റൊന്നും സമതിന് പറ്റുന്ന പോസ്റ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. പിന്നീട് അവർ 11ാമതായി അവർ പോയത് അസിം പ്രേംജി ഫൗണ്ടേഷനിലാണ്. അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ഉണ്ട്, വിപ്രോ ഉണ്ട്. ഇതൊക്കെ കണക്റ്റഡാണ്. കാരണം ഒന്നുമല്ല, അസിം പ്രേംജി എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെയാണ് വിപ്രോ. അദ്ദേഹം ചാരിറ്റി പർപ്പസിൽ ഫോക്കസ് ചെയ്ത് ചാരിറ്റി പർപ്പസിന് വേണ്ടി മാത്രം ഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒന്നാണിത് ഈ പറയുന്ന അസിം പ്രേംജി ഫൗണ്ടേഷൻ. നിങ്ങൾക്കറിയാം വിപ്രോ എന്നുള്ള കമ്പനി, വിപ്രോ കമ്പനിയുടെ CFL കണ്ടവരാണ് നമ്മൾ. വിപ്രോയുടെ നമ്മുടെ സന്തൂർ സോപ്പ് വിപ്രോയുടെയാണ്. അതുപോലെ തന്നെ ചന്ദ്രിക സോപ്പ് വിപ്രോയുടെയാണ്. സന്തൂറിൻ്റെ മറ്റ് ഹാൻഡ് വാഷ് മറ്റൊക്കെ കണ്ടതാണ്. അങ്ങനെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ചാരിറ്റബിൾ ഡിവിഷനിലേക്ക് അവർ കയറി ചെല്ലുകയാണ്. അവിടെയും അക്കൗണ്ടൻ്റ് പോസ്റ്റിലേക്ക് ആര് അപ്ലൈ ചെയ്തു? നമ്മുടെ MCOMകാരനായ രമേശൻ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. മറ്റ് 2 പേർക്കും അവിടെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ച് വരികയാണ്. അങ്ങനെ അവരുടെ 2ാമത്തെ ദിവസം അവിടെ അവസാനിച്ചു. പിന്നീട് അവർ 3ാമത്തെ ദിവസം ഒരു റിഫ്രഷ്മെൻ്റ് എന്നോണം നമുക്കൊക്കെ പരിചിതനായ മലയാളിയായ തൃശ്ശൂർകാരനായ ചിറ്റലപ്പള്ളി കൊച്ചൗസേപ്പിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കായ നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള, അതുപോലെ ബാംഗ്ലൂരുണ്ട് അവർക്ക് വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരു ദിവസം റിഫ്രഷ്മെൻ്റായി അവരെന്ത് ചെയ്തു? ചെലവഴിച്ചു. അവർ തിരിച്ചു വരുമ്പോൾ 6 മണിയായി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് തോന്നി അവിടെ വല്ല ജോലി സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അന്വേഷിച്ചപ്പോഴാണ് അവിടെ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഉണ്ടാവാം, പിന്നീട് വരാം, എന്തായാലും അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു CV കൊടുത്തു. അതേപോലെ തന്നെ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധ്യതകളുള്ളതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എൻജിനീയറായ നമ്മുടെ സുജിത്തും എന്ത് ചെയ്തു? അവിടെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ 3ാമത്തെ ദിവസം അവർ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വന്നു. ഇതാണ് ഈ 3 സുഹൃത്തുക്കളുടെ ജോലി തേടിപ്പോയുള്ള യാത്ര, അതുമായി ബന്ധപ്പെട്ട കഥ.
ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കഥയിൽ ഈ 3 സുഹൃത്തുക്കളും 3 ദിവസം സ്പെൻഡ് ചെയ്ത് 12ഓളം സ്ഥാപനങ്ങളിൽ പോയി. ആ 12ഓളം സ്ഥാപനങ്ങളെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാം. ഇവിടെ 12ഇടത്തും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള BCom കഴിഞ്ഞ് MCom കഴിഞ്ഞ് അക്കൗണ്ടിങ് അറിയുന്ന രമേശിന് അക്കൗണ്ടൻ്റ് എന്നുള്ള പോസ്റ്റിലേക്കും അല്ലെങ്കിൽ അക്കൗണ്ടൻസി ടീച്ചർ എന്നുള്ള പോസ്റ്റിലേക്കുമായി 12 സ്ഥാപനങ്ങളിലും ഒരു സ്ഥാപനങ്ങളിൽ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നാൽ മറിച്ചാണ് ബിടെക്കുകാരൻ്റെയും അതുപോലെ MA ഇംഗ്ലീഷുകാരൻ്റെയും അഥവാ സമദിൻ്റെയും അതുപോലെ സുജിത്തിൻ്റെയും അവസ്ഥ. നിങ്ങൾ ആദ്യം പ്രത്യേകം പറയട്ടെ, സാന്ദർഭികമായിട്ട് സയൻസും ഹ്യൂമാനിറ്റീസും ഒരു സ്കോപ്പും ഇല്ലാത്തതാണ് എന്ന് പറയലല്ല എൻ്റെ ഉദ്ദേശം. മറിച്ച് സയൻസിൽ നിന്നും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ നിന്നും കൊമേഴ്സ് സ്റ്റുഡൻറ്റിന് എന്താണ് പ്രത്യേകത എന്ന് പറയില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്, ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ 12 സ്ഥാപനങ്ങളിലും അപ്ലൈ ചെയ്യാൻ കൊമേഴ്സ് വിദ്യാർത്ഥിക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ബിസിനസ്സിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് അക്കൗണ്ടിങ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിങ്. നമ്മൾ ബിസിനസ്സും എക്കണോമിക്സും ഇംഗ്ലീഷും മറ്റ് സബ്ജക്റ്റുകളൊക്കെ +2 പറയുന്ന പോലെ ഒരു സബ്ജക്റ്റ് എന്നതിനേക്കാൾ അറബിയും അതുപോലെ ഇംഗ്ലീഷും പിന്നെ മലയാളമൊക്കെ പറയുന്ന പോലെ ഒരു ലാംഗ്വേജായി വേണം നമുക്ക് എന്തിനോ പറയാൻ അക്കൗണ്ടൻസി. അങ്ങനെ പറയാറില്ല, പക്ഷെ പറയാം. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ് എന്താണ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ ഇത്രയും മനോഹരമായ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമെന്ന് നമ്മൾ പറയാറുള്ള പോലെ എന്താണത്? അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ആ ലാംഗ്വേജ് അറിയുന്ന ആളായതുകൊണ്ടും ആ ലാംഗ്വേജ് അറിയുന്ന ആൾക്കേ അക്കൗണ്ടൻ്റ് ആവാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടുമാണ് ഈ 12 ബിസിനസ് സ്ഥാപനങ്ങളിലും അപ്ലൈ ചെയ്യാൻ നമ്മുടെ രമേശിന് സാധ്യമായത്. ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് തന്നെയാണ്. ഏതെങ്കിലും പർട്ടിക്കുലർ കൺട്രിയുടെ ആണോ? നിങ്ങൾക്കറിയാം UK-ലും US-ലും പോയാൽ നമുക്ക് മലയാളം കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് അറിയണം. കേരളത്തിൽ മലയാളമാണെങ്കിൽ UAE-ൽ അറബിയാണ്, തമിഴ്നാട് തമിഴാണ്. എന്നാൽ ഇങ്ങനെയുള്ള ലാംഗ്വേജിലൊന്നും എക്സ്പേർട്ടായിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് അറിഞ്ഞാലും അക്കൗണ്ടിങ് അറിയാതെ ഒരാൾക്ക് അക്കൗണ്ടൻറ്റ് എന്നുള്ള പോസ്റ്റിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള ഒരു വേൾഡിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. അപ്പോൾ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബിസിനസ്സിന് അതിൻ്റേതായ ചില ടേംസുകളുണ്ട്. അപ്പോൾ ആ ടേംസുകൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ് എന്നുള്ള ലാംഗ്വേജ് പഠിച്ചേ മതിയാകൂ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇത്രമേൽ പ്രാധാന്യം ഈ കൊമേഴ്സിനുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞ് വരുന്നത്. അക്കൗണ്ടൻസിനെ വെറും ലാംഗ്വേജ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു വാക്ക് കൂടെ കൂട്ടാം, യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്നും അക്കൗണ്ടിങ് പഠിച്ച് നിങ്ങൾക്ക് US-ൽ പോയി വർക്ക് ചെയ്യാം. ഒരുപാട് മലയാളികളുണ്ടല്ലോ. ഇവിടെ നിന്നും CA ഒക്കെ കഴിഞ്ഞ് CPA പോലെയുള്ള CMA ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ് CPA പോയിട്ട് US-ൽ ചെയ്യുന്നു. എന്നിട്ട് അവിടെ അക്കൗണ്ടൻ്റ് ആവും. UK-ൽ പോവാം. ദുബായിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വർക്ക് ചെയ്യുന്നില്ലേ? നമ്മളൊക്കെ പഠിച്ച ആ ലാംഗ്വേജ് ആണെന്ത്? അക്കൗണ്ടിങ് എന്നുള്ള ലാംഗ്വേജ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തണം. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും മെയിൻ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ്. പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്തതുണ്ടാവാം. പ്രോഫിറ്റ് മോട്ടീവ് ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് അവരുടെ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നറിയണ്ടേ? അതറിയാൻ ഒരു അക്കൗണ്ടൻ്റെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലും അക്കൗണ്ടൻറ്റ് എന്നുള്ള ഒരു പോസ്റ്റിൻ്റെ വേക്കൻസി ഒഴിഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉള്ളത്. പലരും ചോദിക്കാറുണ്ട്, സർ മാത്സ് അല്ലേ അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ മാത്സുമായിട്ട് കണക്ഷൻ ഉണ്ടോ? വലിയ കണക്ഷനൊന്നുമില്ല. നിങ്ങൾ മാത്സ് എന്ന് ഉദ്ദേശിച്ചത് അഡീഷനും ഡിഡക്ഷനും മൾട്ടിപ്ലിക്കേഷനും അതൊക്കെയാണോ? ഡിവിഷനൊക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ട്. കൂട്ടലും കുറയ്ക്കലൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൂ. ഓക്കെ, ഹരിക്കലുണ്ട്,
ഗുണിക്കലുണ്ട്. അതൊക്കെയാണോ നിങ്ങൾ മാത്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? കുറച്ചുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ മാത്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒന്നാണെന്ത്? നമ്മുടെ അക്കൗണ്ടിങ് എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ പലർക്കും എന്താണ് ഭയങ്കര റിലാക്സേഷൻ വന്നിട്ടുണ്ടാവും അല്ലേ? യെസ്. നമ്മുടെ ഈ കഥയിൽ പറഞ്ഞ 12 ബിസിനസ് സ്ഥാപനങ്ങളെ നമുക്ക് 2 ഡിവിഷനാക്കാം. ഒന്നാമത്തെ ഡിവിഷൻ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനാണ്. രണ്ടാമത്തെ ഡിവിഷൻ പറയുന്നത് ഡിഫറെൻറ്റ് നാച്ചർ ഓഫ് ഓർഗനൈസേഷനാണ്. നമുക്ക് ആദ്യം ടൈപ്പ് എടുക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ബിസിനസ്സിൻ്റെ ടൈപ്പ്? ഞാൻ 3 ടൈപ്പ് പറയും. ഈ 3 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് നമ്മുടെ ഈ 12 ബിസിനസ് സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പോൾ ഹെഡിങ് എഴുതുന്ന ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്പർ 1 സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നമ്പർ 2 പാർട്ട്ണർഷിപ്പ്. നമ്പർ 3 കമ്പനി. നമുക്കൊന്ന് 2 എക്സാമ്പിൾ എടുക്കാം. ആദ്യം ഇവർ കയറിയ ഫോൺ സ്റ്റോർ എന്നുള്ള മൊബൈൽ ഷോപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ജോയ് എന്നുള്ള ഒരാളുടെ ഓണർഷിപ്പിലാണ്. അതിൻ്റെ ഓണർഷിപ്പ് ഒന്നേ ഉള്ളൂ. അത്തരം സ്ഥാപനങ്ങളെ പറയുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, രണ്ടാമത് പറയുന്ന പാർട്ട്ണർഷിപ്പാണ്. ഈ ജോയിൽ നിന്നും, ദാറ്റ് മീൻസ് നമ്മുടെ മൊബൈൽ ഷോപ്പിൽ നിന്നും രണ്ടാമത് അവർ പോയത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. മെഡിക്കൽ ഷോപ്പിൻ്റെ പേര് നമ്മൾ പറഞ്ഞു രാംദേവ് എന്നാണ്. രാംദേവ് 2 പേര് നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളെയാണ്. അതുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ്. 2 അതിൽ കൂടുതൽ ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ പറയുന്ന പേരാണെന്ത്? പാർട്ട്ണർഷിപ്പ്. മൂന്നാമതായി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് ആളുകളുള്ള കമ്പനി എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കേൾക്കുന്ന ടാറ്റയുടെയും മാരുതിയുടെയും നമ്മളെ പല വണ്ടികളുടെ സാംസങ് പോലെയുള്ള, ഓപ്പോ മൊബൈൽ പോലെയുള്ള, ആപ്പിൾ പോലെയുള്ള ഇങ്ങനെ കുറേ കോർപ്പറേറ്റ് എന്ന പേരിലൊക്കെ നമ്മൾ വിളിക്കാറുള്ള കമ്പനി. അതിനൊക്കെ കുറിച്ച് നിങ്ങൾ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്നുള്ള ഡിവിഷനൊക്കെ ഉണ്ട്. നമ്മൾ പിന്നീട് എന്ത് ചെയ്യും? ബിസിനസ് സ്റ്റഡീസിലും മറ്റുമൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത് പറയുന്നത് കമ്പനിയാണ്. ടാറ്റ എന്താണ്? ഒരു കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് എന്താണ്? ഒരു കമ്പനിയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു, അതെന്താണ്? ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്. അതേപോലെ അസിം പ്രേംജ് യൂണിവേഴ്സിറ്റി എന്താണ്? അസിം പ്രേംജ് ഫൗണ്ടേഷൻ, അതെന്താണ്? ഒരു കമ്പനിയാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടൈപ്സ് പറയാണ്, ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഒന്നാമത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അത് ഒഴിവാക്കാം. രണ്ടാമത് ഇനി നമ്മൾ മറ്റൊരു ആംഗിളിൽ നോക്കുന്നത് ഈ പറയുന്നതിൽ 3 നാച്ചുറുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണ് ഉണ്ടായത്. അഥവാ ഹെഡിങ് എഴുതാണ് നാച്ചർ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്പർ 1 എന്ന് പറയുന്നത് ട്രേഡിംഗ് കൺസേൺ ആണ്. ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുമ്പോൾ ഒന്നും പറയേണ്ട, ഫിനിഷ്ഡ് ഗുഡ്സ് മേടിച്ച് വിൽക്കുന്ന ആളുകളാണ്. ഓക്കെ അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സ് മേടിച്ച് വിൽക്കുന്ന ആളുകളെയാണ് ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. ആദ്യത്തെ മൊബൈൽ ഷോപ്പ് പറഞ്ഞു. മൊബൈൽ ഷോപ്പിൽ അവർ മൊബൈൽ ഉണ്ടാക്കുന്ന ആളുകളാണോ? അല്ല, അവർ ഓപ്പോയുടെയും സാംസങ്ങിൻ്റെയും അതുപോലെ തന്നെ റെഡ്മിയുടെയും റിയൽമിയുടെയും ആപ്പിളിൻ്റെയൊക്കെ ഫോൺ അവർ മാനുഫാക്ചർ ചെയ്ത് മേടിച്ച് വിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ പറയുന്ന പേരാണ് ട്രേഡിംഗ് കൺസേൺ. ക്ലിയർ? ഓക്കെ. അടുത്ത മെഡിക്കൽ ഷോപ്പ്, അവരും തന്നെയാണ് ട്രേഡിംഗ് കൺസേൺ ആണ്. അവർ മെഡിസിൻ ഉണ്ടാക്കുന്ന ആളുകളാണോ? അല്ല, മെഡിസിൻ ഉണ്ടാക്കിയ ആളുകളിൽ നിന്ന് മേടിച്ച് ഹോൾസെയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത് പറയുന്നതാണ് മാനുഫാക്ചറിങ് കൺസേൺ. ടാറ്റ മോട്ടോഴ്സ് അതിനൊരു എക്സാമ്പിളാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ടാറ്റ മോട്ടോഴ്സ് കാറ് മേടിച്ച് വിൽക്കുന്ന ആളുകളാണോ? അല്ല, കാറിൻ്റെ ബോഡി ഉൾപ്പെടെയുള്ള എൻജിനും മറ്റൊക്കെ ആയിട്ടുള്ള റോ രൂപങ്ങൾ മേടിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് വിൽക്കുന്ന ആളുകളെ പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് കൺസേൺ. ഓക്കെ. മൂന്നാമതായി പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഗുഡ്സ് ഡീൽ ചെയ്യാത്ത ആളുകളെയാണ് സർവീസ് കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സർവീസ് കൺസേൺ എന്ന് പറയുമ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് 2 ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന് സർവീസ് മോട്ടീവാണ്, രണ്ടാമത് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. ഇവിടെ HDFC ബാങ്ക് പറഞ്ഞു അത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. HDFC ബാങ്കിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷർട്ട് മേടിക്കാൻ കഴിയില്ല. അവർ സർവീസാണ് എന്ത് ചെയ്യുക? DD എടുക്കുന്ന സർവീസ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സർവീസ്, അങ്ങനെയുള്ള ലോൺ സർവീസ്, ഇതാണ് അവർ നൽകുന്നത്. അപ്പോൾ അവർ പ്രോഫിറ്റ് മോട്ടീവാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അസിം പ്രേംജി ഫൗണ്ടേഷൻ എന്നുള്ളത് എന്താണ്? സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അവർ പ്രോഫിറ്റിന് വേണ്ടിയല്ല, മറിച്ച് സർവീസായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അഥവാ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ,
അപ്പോളോ ഹോസ്പിറ്റൽ അതെന്താ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇത് ഇൻ്റർനാഷണൽ സ്കൂള് നമ്മളെന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? ഹോസ്പിറ്റലുകളും ജെയിൻ യൂണിവേഴ്സിറ്റി നമുക്കെന്താ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലും ജെയിൻ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ നോൺ പ്രോഫിറ്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വന്നേക്കാം, പക്ഷേ അത് നോൺ പ്രോഫിറ്റ് ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 12 ബിസിനസ് സ്ഥാപനങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ടൈപ്പാണ് ഏത് നാച്ചറാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഫോൺ സ്റ്റോർ ഏതാ? നമ്മൾ പറഞ്ഞ് ജോയ് നടത്തുന്നതാണ്. അപ്പോൾ ഏതാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. അവർ മൊബൈൽ ഫോൺ മേടിച്ച് വിൽക്കുന്ന ആളുകളാണ്. അവർ ട്രേഡിംഗ് കൺസേൺ ആണ്. ഓക്കെ. രാംദേവ് എന്താണ്? രാമും ദേവും കൂടെ നടത്തുന്ന പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനാണ്. അവരും ഏതാണ്? ട്രേഡിംഗ് കൺസേൺ ആണ്. റിലയൻസ് ഫ്രഷും ഒരു കമ്പനിയാണ്. അവരുണ്ടാക്കുന്ന സാധനങ്ങളല്ല വിൽക്കുന്നത്, അവർ ഓൾറെഡി ഉണ്ടാക്കിയ ആളുകളിൽ നിന്ന് മേടിച്ച് വിൽക്കുന്നവരാണ്. അവരുണ്ടാക്കുന്നതും അവരെന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും കൂടെ ആയിട്ടുള്ളതാണ് എന്ത്? റിലയൻസ് ഫ്രഷ്. HDFC ബാങ്ക് ഒരു കമ്പനിയാണ്. അതൊരു സർവീസ് കൺസേൺ ആണ്. സർവീസ് കൺസേണിൽ തന്നെ നമ്മൾ 2 ബ്രാഞ്ച് ചെയ്തു, പ്രോഫിറ്റ് മോട്ടീവും സർവീസ് മോട്ടീവും. അതിൽ പ്രോഫിറ്റ് മോട്ടീവാണ് HDFC ബാങ്ക്. ID ഫ്രഷ് നമ്മൾ പറഞ്ഞ PC മുസ്തഫയുടെ കമ്പനി, അതൊരു കമ്പനിയാണ്. അത് റോ മെറ്റീരിയലാണ്, അഥവാ ഇഡലിയും ദോശയും ഒക്കെ ഉഴുന്നിൽ നിന്ന് എന്ത് ചെയ്യാണ്? മാനുഫാക്ചർ ചെയ്ത് വരുന്ന ആളുകളാണ്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്. ബ്രാൻഡ് ഫാക്ടറി കമ്പനിയാണ്, ട്രേഡിംഗ് കൺസേൺ ആണ്. ജെയിൻ യൂണിവേഴ്സിറ്റി കമ്പനിയാണ്, സർവീസാണ്. സർവീസിലെ സർവീസ് മോട്ടീവാണ്, പ്രോഫിറ്റ് മോട്ടീവ് അല്ല. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ദ ഇൻ്റർനാഷണൽ സ്കൂളും ഒരു കമ്പനിയാണ്. അതും എന്താണ്? ഒരു സർവീസ് ഓർഗനൈസേഷനാണ്, അഥവാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, പ്രോഫിറ്റ് അല്ലാത്ത സർവീസ് ഓർഗനൈസേഷൻ. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനിയാണ്, സർവീസാണ്. അതും എന്താണ്? സർവീസ് മോട്ടീവാണ്. ഓക്കെ. അതുകൊണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ടാറ്റ മോട്ടോഴ്സ് ഒരു കമ്പനിയാണ്, ഒപ്പം തന്നെ മാനുഫാക്ചറിങ് കൺസേൺ ആണ്. വണ്ടർല ഒരു കമ്പനിയാണ്. വണ്ടർലയിൽ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാറില്ല, സേവനങ്ങളാണ് കിട്ടാറ്. സർവീസ്. വണ്ടർല പക്ക എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്, അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നുള്ള ടേം മറക്കാതെ ഓർത്ത് വെക്കുക. രണ്ടാമത്, ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ, അഥവാ സോൾ, പാർട്ട്ണർഷിപ്പ്, കമ്പനി. അതേപോലെ മൂന്നാമത്, ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് നാച്ചുറുകളായ ട്രേഡിംഗ്, മാനുഫാക്ചറിങ്, സർവീസുകൾ. എന്താണ് അക്കൗണ്ടിങ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അക്കൗണ്ടൻസി ഉപയോഗിക്കുന്ന സ്ഥലവും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് കൊണ്ടുള്ള നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? നിർത്തുകയാണ്. നമുക്ക് ഇനി എന്താണ് അക്കൗണ്ടിങ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, മീനിങ്, അതെങ്ങനെ പ്രാക്ടിക്കൽ തലത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാവും അടുത്ത വരും ക്ലാസ്സുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ.